നമസ്കാരം. നിങ്ങളൊരു ആക്ഷൻ സിനിമാ പ്രേമിയാണോ? എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഓങ് ബാങ്. 2003 പുറത്തിറങ്ങിയ തായ്ലൻഡൻ ചിത്രമാണ് ഓങ് ബാങ്. ആക്ഷന് മാത്രം പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ച സിനിമയായതുകൊണ്ട് തന്നെ അതിന്റെ ബഡ്ജറ്റ് $11 ലക്ഷം ആയിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടിയിലേറെ ഡോളർ കളക്ഷൻ ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വടക്കുകിഴക്കൻ തായ്ലാൻഡിലെ ബിന്നോക് പ്രോഡ് ഗ്രാമത്തിൽ ഓങ് ബാങ് എന്ന പേരിൽ ഒരു പുരാതന ബുദ്ധ പ്രതിമ സൂക്ഷിച്ചിരുന്നു. ബാങ്കോക്കിൽ നിന്നുള്ള കള്ളന്മാർ ഓങ് ബാങ് പ്രതിമയെ അപമാനിക്കും തല കൊണ്ടുപോകുകയും ചെയ്തതോടെ ഗ്രാമവാസികൾ നിരാശരായി. താമസക്കാരനും മുവായ് താങ് വിദഗ്ധനുമായ ടിങ് മോഷ്ടിച്ച തല വീണ്ടെടുക്കാൻ ബാങ്കോക്കിലോട്ട് പോകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. മുൻപ് നോങ് പ്രോഡുവിൽ ഒരു അമലുറ്റ് വാങ്ങാൻ ശ്രമിച്ച മയക്കുമരുന്ന് വ്യാപാരിയായ ഡോൺ ആണ് ടിന്നിന്റെ ഏക നായകൻ. ഗ്രാമം സംഭാവന ചെയ്ത ഒരു ബാഗ് നിറയെ പണവുമായി ബാങ്കോക്കിൽ എത്തിയപ്പോൾ ടിങ് തന്റെ കസിൻ ഹങ്ങിയെ കണ്ടുമുട്ടുന്നു. അയാൾ മുടിക്ക് സ്വർണ്ണ നിറം നൽകി ജോർജ് എന്ന് സ്വയം വിളിക്കാൻ തുടങ്ങി. ഹംലയും സുഹൃത്ത് മുവായ് ലൈക്കും തെരുവ് ബൈക്ക് റൈസിംഗ് കളിക്കാരാണ്. അവർ യാബ ഡീലറെ കബളിപ്പിച്ച് ഉപജീവനം കണ്ടെത്തുന്നു. ടിങ്ങിനെ സഹായിക്കാൻ മടിച്ച് ഹംല ടിങ്ങിന്റെ പണം മോഷ്ടിക്കുകയും ഗാസാൻ റോഡിലെ ഒരു ബാറിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് ടൂർണമെന്റിൽ പന്തയം വയ്ക്കുകയും ചെയ്യുന്നു. ടിങ് ഹംലയെ പിന്തുടരുകയും ചാമ്പനെ പുറത്താക്കി ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തിയ ശേഷം പണം തിരികെ നേടുകയും ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവ് വീൽചെയർ ഉപയോഗിച്ചിരിക്കുന്നതും സംസാരിക്കാൻ ഒരു ഇലക്ട്രോലിങ്ക് ആവശ്യമുള്ളതുമായ നരമുടിയുള്ള കുറ്റകൃത്യ പ്രഭുവുമായ കൊടുവാന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഓങ് ബാങ്ങിന്റെ തല മോഷ്ടിച്ച കൊടുവാന് വിൽക്കാൻ ഉത്തരവിട്ടത് ഡോണാണ്. അയാൾ അതിൽ ഒരു വിലയും കാണുന്നില്ല. അത് ഉപേക്ഷിക്കാൻ കൽപ്പിക്കുന്നു. അടുത്ത ദിവസം ഒരു അനധികൃത തെരുവ് ചൂതാട്ട ബൂത്തിൽ നടന്ന ഒരു മോശം ബക്കറ്റ് ഗെയിം തട്ടിപ്പിനെ തുടർന്ന് മയക്കുമരുന്ന് വ്യാപാരിയായ പെങ്ങും സംഘവും ഹംലയും മ്യുവായ് ലെക്കിനെയും പട്ടണം മുഴുവൻ പിന്തുടരുന്നു. ടിങ് മിക്ക കൊള്ളക്കാരോടും പോരാടുകയും ഡോണിനെ കണ്ടെത്താൻ സഹായിച്ചതിന് പകരമായി ഹംലയും മ്യുവായ് ലെക്കിനെയും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവർ ബാറിലേക്ക് മടങ്ങുന്നു. അവിടെ തുടർച്ചയായി 3 എതിരാളികളെ പരാജയപ്പെടുത്തിയ ശേഷം ടിങ് ജനക്കൂട്ടത്തിന്റെ ബഹുമാനം നേടുന്നു. മൂവരും ഡോണിന്റെ ഒളിത്താവളം കണ്ടെത്തുന്നു. ഇത് ഒരു നീണ്ട ടുക്ടുക്ക് പിന്തുടരലിന് തുടക്കമിടുന്നു. ചാവോ ഫ്രായ നദിയിലെ ഒരു തുറമുഖത്ത് പിന്തുടരൽ അവസാനിക്കുന്നു. അവിടെ വെള്ളത്തിനടിയിൽ മുങ്ങിയ കോംബുവാൻ മോഷ്ടിച്ച ബുദ്ധപ്രതിമകളുടെ ശേഖരം ടിങ് കണ്ടെത്തുന്നു. പ്രതിമകൾ പോലീസ് കണ്ടെടുത്ത ശേഷം കോംബുവാൻ തന്റെ ഗുണ്ടകളെ മ്യുവായ് ലെക്കിനെ തട്ടിക്കൊണ്ടുപോകാൻ അയക്കുകയും മ്യുവായ് ലെക്കിനും ഓംബാക്ക് തലയ്ക്കും പകരമായി തായ് ബർമീസ് അതിർത്തിക്ക് സമീപം തന്റെ അംഗരക്ഷകനായ സാമിങ്ങുമായി യുദ്ധം ചെയ്യാൻ ടിങ്ങിനോട് ആവശ്യപ്പെടാൻ ഹംലയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ച സാമിങ്ങിനെതിരെ മത്സരം ഉപേക്ഷിക്കാൻ ടിങ് നിർബന്ധിതനാകുന്നു. ഹംല തോൽവി സമ്മതിക്കുന്നു. പോരാട്ടത്തിനു ശേഷം മ്യുവായ് ലെക്കിനെ വിട്ടേക്കാമെന്നും തല തിരികെ നൽകാമെന്നും നൽകിയ വാഗ്ദാനം കോംബുവാൻ ലംഘിക്കുന്നു. അവിടെ വെച്ച് മൂവരെയും കൊല്ലാൻ തന്റെ അനുയായികളോട് കൽപ്പിക്കുന്നു. ടിങ്ങും ഹംലയും കൊള്ളക്കാരെ കീഴടക്കി ഒരു പർവ്വത ഗുഹയിലേക്ക് പോകുന്നു. അവിടെ കോംബുവാന്റെ ആളുകൾ ഒരു ഭീമൻ ബുദ്ധപ്രതിമ മുറിക്കുകയാണ്. ബാക്കിയുള്ള കൊള്ളക്കാരെയും സാമിങ്ങിനെയും ടിങ് പരാജയപ്പെടുത്തുന്നു. പക്ഷേ കോംബുവാൻ ഒരു സ്ലെഡ്ജ് ഹാമർ ഉപയോഗിച്ച് ഓംബാക്കിന്റെ തല നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചുറ്റിക പ്രഹരത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങിക്കൊണ്ട് ഹംലെ തന്റെ ശരീരം ഉപയോഗിച്ച് അതിനെ സംരക്ഷിക്കുന്നു. ഭീമാകാരമായ ബുദ്ധപ്രതിമയുടെ തല പെട്ടെന്ന് വീഴുന്നു. കോംബുവാൻ ചതഞ്ഞരഞ്ഞ് മരിക്കുകയും ഹംലയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. മരണശ്വാസം മുട്ടി ഹംലെ ഓംബാക്കിന്റെ തല ടിങ്ങിന് നൽകുകയും മുവായ് ലെക്കിനെ പരിപാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തല ബാൻ നോങ് പ്രാഡുവിലേക്ക് തിരികെ നൽകുന്നു. ഒരു നിയോഗിക്കപ്പെട്ട സന്യാസി വഹിക്കുന്ന ഹംലയുടെ ചിതാഭസ്മം ആനയുടെ പുറകിൽ ഘോഷയാത്രയായി ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. അതേസമയം ഗ്രാമവാസികളായ ടിങ്ങും മുവായ് ലെക്കും ഓംബാക്കിന്റെ തല തിരിച്ചുവരവ് ആഘോഷിക്കുന്നു.
അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്.